പട്ടയ വിഷയത്തിൽ കല്ലാർകുട്ടിയിൽ വൻ പ്രതിഷേധം. പട്ടയ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർ കല്ലാർകുട്ടി ഡാം ഉപരോധിച്ചു. പോലീസുമായി നേരിയ തോതിൽ സമരക്കാർ ഉന്തും തള്ളുമുണ്ടായി. പിന്നീട് ദേശീയപാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഡാം ഉപരോധത്തിന് ശേഷം കർഷക സമ്മേളനവും നടന്നു. കല്ലാർകുട്ടി ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ്. നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പട്ടയമെന്ന തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്നുവെന്നാണ് കല്ലാർകുട്ടി നിവാസികളുടെ ആക്ഷേപം. പ്രദേശവാസികളുടെ പട്ടയമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആവശ്യം ഫലപ്രാപ്തിയിൽ എത്താത്തതിൽ കുടുംബങ്ങൾക്ക് വലിയ നിരാശയുണ്ട്. ഈ സാഹചര്യത്തിലാണ് പട്ടയ വിഷയത്തിൽ വീണ്ടും കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. സമിതിയുടെ നേതൃത്വത്തിൽ കല്ലാർകുട്ടി ഡാം ഉപരോധിച്ചു. കല്ലാർകുട്ടി റേഷൻ കട സിറ്റിയിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രതിഷേധക്കാർ ഡാം ടോപ്പിന് മുകളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇത് പോലീസ് തടഞ്ഞതോടെ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് കർഷകർ അടിമാലി കുമളി ദേശീയപാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഉപരോധ സമരത്തിന് ശേഷം കല്ലാർകുട്ടി ടൗണിൽ കർഷക സമ്മേളനം നടന്നു. കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി മുഖ്യ രക്ഷാധികാരി ഫാദർ മാത്യു വളവനാൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. നമ്മളും പട്ടയത്തിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് പണം തരുകയാണ്, പക്ഷേ നമുക്ക് അവകാശം നിഷേധിക്കപ്പെട്ടു. അതുപോലെ രണ്ടാമത്തെ ഒരു നീതി നിഷേധമാണ്. നമ്മൾ ഇവിടെ ഡാം പണിതെങ്കിലും നമുക്ക് എന്നാ കിട്ടി? ഈയിടയ്ക്ക് ചിന്തിക്കണം. ചിന്നാർ ഇവിടെ തൊട്ടടുക്കാം. ചിന്നാർ മങ്കുവായി ഒരു ഡാം പണിയാൻ വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള കർഷകർക്ക് ആവശ്യത്തിന് നഷ്ടപരിഹാരം കൊടുത്താണ് അവരെ ഇവിടുന്ന് മാറ്റിയത്. അത് കഴിഞ്ഞ് പനംകോട്ടയിൽ അതിന്റെ പവർ ഹൗസിന്റെ പണി നടക്കുന്നു. നമുക്കൊന്നും കിട്ടിയില്ല. പട്ടയാവകാശ സംരക്ഷണ വേദി ചെയർമാൻ PV അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. സമിതി ജനറൽ കൺവീനർ ജെയിൻസ് യോഹനാൻ, ട്രഷറർ സാജൂസ് കറിയ, കൺവീനർമാരായ സെബാസ്റ്റ്യൻ ജോസഫ്, PS ജോർജ്, അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകളും നിരവധി കർഷകരും സമ്മേളനത്തിൽ സംബന്ധിച്ചു. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഇരുകരകളിലുമായി വെള്ളത്തുഴൽ, കൊന്നത്തടി പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന 3500-ലധികം കുടുംബങ്ങളാണ് പട്ടയത്തിനായി കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.